വെൽക്കം ടു ശ്രീഹം. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ രാവിലെ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വി അങ്ങോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി പോലെ ആയത്. കലഞ്ഞർ ടി വിയാണ്. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡിയായി. ഇന്ന് ഞായറാഴ്ചയാണ്, ആരും ഇല്ല ടി വി നേരെയാക്കണവർ. അപ്പോൾ ഞങ്ങൾ തന്നെ നേരെയാക്കാനായിട്ട് തീരുമാനിച്ചു. എന്താകുന്നൊന്നും അറിയില്ല, പൊട്ടി പോവോ പൊളിഞ്ഞു പോവോന്നൊന്നും അറിയില്ല. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടി വിയുടെ അവസ്ഥ പറയുന്നത്. ഇപ്പോൾ കളർ മറ്റേ ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിയിരിക്കണം, മൊത്തം ഗ്രീൻ കളറായിരിക്കുകയാണ്. അപ്പോൾ സംഭവം ആൻഡ്രോയിഡ് ടി വി ആണ് കേട്ടോ. സംഭവം യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. കലഞ്ഞർ ടി വി ആണെങ്കിൽ ആൻഡ്രോയിഡാണ്, എല്ലാം ഉണ്ട്. എല്ലാം സംഭവം ഇതായിരിക്കും. ഇതാണ് അതിൻ്റെ റിമോട്ട്. എല്ലാം പോയി കിടക്കുകയാണ്, അതായത് കളർ മാറിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എല്ലാം ഉണ്ട്, പക്ഷേ കളർ മാറിയിരിക്കുകയാണ്. ഇത് സ്മാർട്ട് ട്യൂബ് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. മറ്റേ യൂട്യൂബിന് പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതിൽ പരസ്യമൊന്നും ഇല്ലാതെ നമുക്ക് യൂട്യൂബ് സുഖമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ സംഭവം ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം കളർ പോയിരിക്കുകയാണ്. കളർ വരുത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ പണി സ്വിച്ച് ഓഫ് ആക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാം വലിച്ച് അഴിച്ച് വയ്ക്കുകയാണ്. ക്ലീൻ ചെയ്ത് അവിടെ ഒരു വർക്ക് സെറ്റപ്പ് റെഡി ആക്കട്ടെ. ഞാൻ അഴിച്ച് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് സോൾഡറിങ് വിട്ടതാണ്. സംഭവം ഒരുപാട് ഹീറ്റായി, ടി വി ഹീറ്റായിട്ട് എൻ്റെ സോൾഡറിങ് വിട്ടതാണെന്ന് മനസ്സിലായി. അപ്പം ഞാനിതെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പണി തുടങ്ങി. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ RGB ലൈൻ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇങ്ങനെ 3 കളറാണ് നമുക്ക് ഇത്രയും കളറുകൾ കിട്ടുന്നത്. കാരണം അപ്പോൾ അതിലേക്ക് പോകുന്ന ലൈൻ കുറച്ച് കട്ടായി നിൽക്കുകയായിരുന്നു, അതായത് പ്ലേറ്റിൽ നിന്ന് വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നേരെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ അടിയിൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അതും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് കണ്ട് നോക്കാം. കുറച്ചും കൂടെ റിപ്പയറിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിയിലെ മദർ ബോർഡിലൊക്കെ കുറച്ച് സോൾഡറിങ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അത്രയും പഴക്കം ചെന്ന ടി വിയാണ്. ഇതുവരെ അധികം കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് 10-13 കൊല്ലത്തോളമായി ഈ ടി വി ഉപയോഗിക്കുന്നതായിട്ട്. ഇതുവരെ അധികം കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല. കുറച്ച് തവണ 2-3 തവണ അത്ര തന്നെ വന്നിട്ടുള്ളത്. ചെറിയ കംപ്ലൈൻറ്റുകൾ, അങ്ങനെ മിച്ചറ്റുക വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് മാറ്റാതെ ഇരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ റൈറ്റ് ടു റിപ്പയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പയർ ചെയ്ത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അതിലേറെ. ഇതിന്ന് പോകുന്ന വയറാണ്. അപ്പോൾ നമ്മളത് അടിയിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഹോൾ ഉണ്ടായിരുന്നു, അതിൽ കൂടെ എടുത്ത് നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സംഭവം അത് ഇടയിൽ മുട്ടുന്നുണ്ടായിരുന്നു. അതാണ് സംഭവം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് RGB ലൈനൊക്കെ കംപ്ലൈൻറ്റ് ആയതാണ്. RGB ലൈനിൻ്റെ ഒരു സോൾഡറിങ് വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം എന്ന് മനസ്സിലായി. അപ്പോൾ അത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. റെഡിയാക്കിയിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. എൻ്റെ നെഞ്ചൊക്കെ ഇടിച്ചു, കാരണം കളർ പോയ ടി വി ആകുമ്പോൾ കൊന്നിട്ടുണ്ടാവും എത്തിരിയില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഓണാക്കിയപ്പോൾ നമ്മൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നോക്കിയപ്പോൾ ഒരു വയർ അവിടെ നിന്ന് വിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണക്ട് ചെയ്തപ്പോൾ സംഭവം ഓണായിട്ടായിരുന്നു. ഇനി ഇതെല്ലാം ട്രാക്ക് ചെയ്യാം. ടി വി ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് ടി വി ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആൻഡ്രോയിഡ് ബോക്സാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. എയർടെൽ എക്സ്ട്രീമിൻ്റെ ബോക്സ് ആയതുകൊണ്ടാണ് ഇത് ആൻഡ്രോയിഡ് ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. എല്ലാ സംഭവങ്ങളും കളർ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റു വീഡിയോകളൊന്നും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടൊരു കോപ്പിറൈറ്റ് വരും. അപ്പോൾ സംഭവം നല്ല കളറായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഫോണിലെ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് സ്മാർട്ട് ട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബിനേക്കാളും നല്ല ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ട്യൂബ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഡില്ല. അതുപോലെ തന്നെ യൂട്യൂബിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിതിൽ സ്ക്രീൻ ഓഫാക്കി വെക്കാം, അതായത് സ്ക്രീൻ മാത്രം ഓഫാക്കിയിട്ട് പാട്ട് കേൾക്കുന്നതിനൊക്കെ നല്ലൊരു അടിപൊളി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. യൂട്യൂബിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പാണ്. കമൻറ്റ് വായിക്കുകയൊക്കെ ചെയ്യാം. യൂട്യൂബിൻ്റെ ടി വിയിൽ അങ്ങനെ കമൻറ്റ് വായിക്കുന്ന ഓപ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, അങ്ങനെ 3 ബട്ടൺസ് ഇതിലുണ്ട്. യൂട്യൂബിൻ്റെ ബട്ടൺസ് നിർത്തിയാൽ യൂട്യൂബിലേക്ക് പോകണമാണ്. പക്ഷേ കുറച്ച് പരസ്യങ്ങളുണ്ട്, അതാണ് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, യൂട്യൂബ് നന്നായിട്ടുണ്ട്. പക്ഷേ സ്മാർട്ട് ട്യൂബ് അതിലേറെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. അപ്പോൾ ടാറ്റാ.